2025 പുതിയ വാടക കരാർ നിയമം നിലവിൽ വന്നു. ഇതിൻ്റെ പ്രത്യേകത, പല ആൾക്കാരും നമുക്കറിയാം, വാടകയ്ക്ക് കെട്ടിടം കൊടുത്താൽ വാടക ലഭിക്കത്തില്ല, വാടകക്കാരെ ഇറങ്ങത്തില്ല, പെട്ടെന്ന് പലരെയും അവിടുന്ന് ക്വിക്കായിട്ട് ഇറക്കാനും കഴിയില്ല. ഇങ്ങനെ 100 പ്രതിസന്ധികളാണ് കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്ത പല ആൾക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയ വാടക കരാറ് അനുസരിച്ച് ഉടമസ്ഥന് വളരെയധികം ഗുണങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പം വാടകയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് പേപ്പർ അല്ലെങ്കിൽ പത്രം വാങ്ങിച്ച് അതിനകത്തൊക്കെ എഴുതാം, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എഴുതാം. പക്ഷേ ഒരു വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വാടക കരാറ് 2 മാസത്തിനകം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. വാടക കരാറ് നമുക്കറിയാം, കെട്ടിടത്തിന് അല്ലെങ്കിൽ താമസിക്കാൻ പറ്റിയ വീടിന് വാടകയ്ക്ക് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ചിലപ്പം വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഓൺലൈനിൽ രജിസ്റ്റർ, എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ 2 മാസത്തിനകം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തോണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റിയാണ്. അത് തന്നെയല്ല, 5000 രൂപയിൽ കൂടുതൽ വാടക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഡിജിറ്റലായിട്ടേ ആ പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ അത് ഡിജിറ്റലായി കഴിഞ്ഞു. മറ്റൊന്ന്, ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിന് ഡിപ്പോസിറ്റ് തുക പലരും വാങ്ങിക്കും. വീടിനാണെങ്കിൽ 2 മാസത്തെ റെൻറ്റ് നമുക്ക് ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കാം. ഒരു വ്യവസായ സ്ഥാപനത്തിനാണ് അല്ലെങ്കിൽ കച്ചവടത്തിനാണ് അത് കൊടുക്കുന്നതെങ്കിൽ, കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 മാസത്തെ വാടക നമുക്ക് ഡിപ്പോസിറ്റായി സ്വീകരിക്കാം. അപ്പോൾ വീടിന് 2 മാസത്തെയും മറ്റേ ബിസിനസ് സ്ഥാപനമൊക്കെ കൊടുത്ത 6 മാസത്തെയും റെൻറ്റ് നമുക്ക് അവരെ ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കാം. ഇപ്പം വീടിന് ഒരെണ്ണത്തിന് 20,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 40,000 രൂപ നമുക്ക് അതിന് തീർച്ചയായിട്ടും ഡിപ്പോസിറ്റ് തുക വാങ്ങിക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തിന് 20,000 രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 6 ഇരട്ടി 1,20,000 രൂപ ഡിപ്പോസിറ്റ് വാങ്ങിക്കാം. മറ്റൊരു കാര്യം, നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഡിസ്പ്യൂട്ട് വന്നെങ്കിൽ, കേസ് വന്നു കഴിഞ്ഞാൽ റെൻറ്റിനെ സംബന്ധിച്ച് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് റെൻറ്റ് കോർട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ സംബന്ധിച്ചുള്ള കേസ് നടത്താനുള്ള ട്രിബ്യൂണലുണ്ട്. അവിടെ നമുക്ക് കേസ് കൊടുക്കാം. ഒരാളെ പെട്ടെന്ന് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ സഡനായിട്ട് അവരെ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല. അവർക്ക് ലീഗലായിട്ട് നോട്ടീസ് കൊടുക്കണം, അവർക്ക് സഫീഷ്യൻ്റ് സമയം കൊടുക്കണം അവിടെ നിന്ന് ഇറങ്ങാൻ. ഇറക്കി വിട്ടേ പറ്റുള്ളൂ, അല്ലേ ഇറങ്ങാം. പണ്ടത്തെ പോലെ അവിടെ കടിച്ചു തൂങ്ങി വാടകക്കാരന് കിടക്കാൻ പറ്റില്ല. ഇനി വിദേശത്തുള്ള ഒരാൾ നാട്ടിൽ, അവർക്ക് 2 കെട്ടിടമുണ്ട്, വാടകയ്ക്ക് കൊടുക്കണം. അങ്ങേർക്ക് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വരാൻ ആവശ്യമില്ല. കാരണം ഡിജിറ്റൽ ഡോക്യുമെൻ്റ് നമുക്കിപ്പം തയ്യാറാക്കി, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റലായിട്ടുള്ള നിങ്ങളുടെ ഒപ്പ് ഇട്ടാൽ മതി. ഇവിടെ വരണമെന്നില്ല. ഓൺലൈനിൽ നമുക്ക് വാടക എഗ്രിമെൻ്റ് എഴുതാം. അതോടൊപ്പം തന്നെ അതിൻ്റെ നിങ്ങളുടെ ഒപ്പ് വിദേശത്ത് നല്ല ഡിജിറ്റൽ ഒപ്പായിട്ട് നമുക്ക് അതിലിട്ടാൽ അത് വാലിഡാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ന്യൂ റെൻറ്റ് കൺട്രോൾ ആക്ട് 2025 ഉടമസ്ഥന് വലിയ നേട്ടമാണത്. കാരണം പണ്ടത്തെ പോലെ പലരും വാടകയ്ക്ക് കൊടുത്തിട്ട് ആളെ ഇറങ്ങാതിരിക്കുക, റെൻറ്റ് കൊടുക്കാതിരിക്കുക, അടിപിടി ഉണ്ടാകുക, ബലമായിട്ട് അവരെ വലിച്ച് പുറത്ത് ചാടിക്കുക, അല്ലെങ്കിൽ അവർ പ്രതിരോധിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമേ. അതിന് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് റെൻറ്റ് കോർട്ടുണ്ട്. ആ കോർട്ടിൻ്റെ അവിടെ അതിൻ്റെ ട്രിബ്യൂണലുണ്ട്. നമുക്കവിടെ കേസ് കൊടുക്കാം. കണ്ടീഷനൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്താൽ നമുക്ക് നീതി ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് 6 ലക്ഷം രൂപ വരെ ഒരാൾക്ക്, നേരത്തെ അത് 2 ലക്ഷമോ 3 ലക്ഷമോ കണ്ടായിരുന്നു, ഇപ്പോൾ 6 ലക്ഷം രൂപ വരെ നമുക്ക് വാടക ലഭിച്ചാൽ അതിന് ടാക്സ് കൊടുക്കണ്ട. അങ്ങനൊരു നിയമം കൂടെ വന്നിട്ടുണ്ട്. അതുതന്നെയല്ല, രജിസ്ട്രേഷനിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാമെന്നുള്ള കാര്യം 3-4 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഓൺലൈൻ രജിസ്ട്രേഷന് നമുക്ക് ഡിപ്പോസിറ്റ് തിരിക്കുന്ന കാര്യം ഞാൻ നേരത്തെ 2 മാസത്തെ, പിന്നെ 6 മാസത്തെ കൊമേഴ്സ്യലിന് വരുത്താം. പിന്നെ 5000 രൂപയിൽ കൂടുതൽ റെൻറ്റിന് ഉള്ള നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിജിറ്റലായിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. ആ
പണമടവെല്ലാം ഡിജിറ്റലാണ്, കാരണം അത് ഒളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും പൊതുവായി കെട്ടിട ഉടമസ്ഥന് വളരെ സുരക്ഷിതമാണ് ഇനി. കാരണം രാജ്യത്ത് പല സ്ഥലങ്ങളിലും കേസ് കൊടുത്തും ഇറങ്ങാതെയും അവരവിടെ വർഷങ്ങളായി അതിൻ്റെ അപ്പീൽ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയി 10, 15, 20 വർഷം ഉപയോഗിച്ചിട്ട് അവരിറക്കി വിടുന്ന ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം മോചനം ലഭിച്ചു. ഇനി ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് അത് ഡോക്യുമെൻറ്റേഷൻ നടത്തണം. ഓൺലൈനിൽ വേണം അത് ചെയ്യാൻ. രജിസ്ട്രേഷൻ നിങ്ങൾ 2 അഗ്രിമെൻ്റ് എഴുതിയാൽ തന്നെ 2 മാസത്തിനകം ഓൺലൈനിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ഉണ്ട്. അത് തന്നെയല്ല, ഉടമസ്ഥന് വളരെ സുരക്ഷിതമാണ്, പേടിക്കേണ്ട. അതിന് ഒരു റെൻ്റ് കൺട്രോൾ കോർട്ട് വന്നു, അതിൻ്റെ ട്രിബ്യൂണൽ വന്നു, നമുക്കവിടെ കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ 6 മാസത്തിനകം അതിൻ്റെ ഡിസ്പോസൽ വേണമെന്നാണ് നിയമം പറയുന്നത്.